ക്ലീഷേ ഇന്ന് നാം ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ പദം ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. പ്രിൻറ്റിംഗ് സ്ഥാപനങ്ങളിൽ 1800-കളിൽ മെറ്റൽ പ്ലേറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രിൻ്റ് ചെയ്യാൻ ഇത്തരം വാക്കുകളുടെ മെറ്റൽ കാസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളുടെ മെറ്റൽ കാസ്റ്റുകളെ വിളിക്കുന്ന പേരായിരുന്നു ക്ലീഷേ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആശയം ഒരാൾ പങ്കുവച്ചാൽ നമ്മൾ പറയും ഇത് ക്ലീഷയാണെന്ന്. പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കോമഡി ഒരാൾ പറഞ്ഞാൽ, ഒരു കഥ പറഞ്ഞാൽ, ഒരുപാട് കേട്ട് പഴകിയതിനെല്ലാം നമ്മൾ ക്ലീഷേ എന്ന് പറഞ്ഞ് തഴയാറുണ്ട്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളും ചിന്തകളുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ക്ലീഷയാണെന്ന്. തീർച്ചയായും പല ആശയങ്ങളും നമ്മൾ കേട്ട് മടുത്തവയാകാം. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് പഴയത് എന്ന് തോന്നുന്നത് എല്ലാവർക്കും പഴയതാണെന്ന്? അല്ല. ഒരാൾ സ്നേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, ഒരാൾ കരുണയെപ്പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ സൗഹൃദത്തെപ്പറ്റി, അല്ലെങ്കിൽ ജീവൻ്റെ ആവശ്യകതയെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ക്ലീഷേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമുക്ക് മാത്രമാകാം ക്ലീഷേ. കാരണം ഇന്നലകളിൽ നമ്മൾ ക്ലീഷയാണെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത പല ആശയങ്ങളും ഇന്നത്തെ കാലത്തിന് വേണ്ടതാണ് എന്ന് കാലം തന്നെ തെളിയിച്ചു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നുള്ളത്, ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുടെ ആവശ്യകത, അങ്ങനെ പലതും ഈ കാലത്തിന് വേണ്ടതാണ് എന്ന് ഈ കാലത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്. റിമെമ്പർ, എവരി ക്ലീഷേ ഈസ് നോട്ട് എ ക്ലീഷേ. എല്ലാ ക്ലീഷകളും ക്ലീഷേ അല്ല. ഈ കാലത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളായും സ്റ്റോറിയായും ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഈ ചെറിയ ചെറിയ ആശയങ്ങളുണ്ടല്ലോ, അതൊക്കെ ക്ലീഷേ എന്ന് കരുതി നമുക്ക് അവഗണിക്കാതിരിക്കാം. സാധിക്കുമെങ്കിൽ നമുക്കത് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കാം. അത്തരം ആശയങ്ങൾ ആവശ്യമുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം. ഇന്ന് നമ്മളൊക്കെ ക്ലീഷേ എന്ന് കരുതി അവഗണിക്കുന്ന പലതും നാളത്തെ സമൂഹത്തിന് ആവശ്യമുള്ളതല്ല എന്നാര് കണ്ടു?